നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പൊന്നുമണിയെ കുറിച്ചുള്ള പ്രധാന കാര്യങ്ങൾ പറയാനല്ലേ നമ്മളവിടെ ചെന്നത്. മയിൽപീലിക്കെട്ടും ഫോൺ നമ്പറും. പക്ഷെ ആ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നല്ലേ മരുമോൻ പറഞ്ഞത്. അതൊക്കെ അവൻ കണ്ടുപിടിച്ചോളും. അയ്യോ വേണ്ട, നിന്റെ മരുമോളുടെ വായിക്കുന്ന കേട്ടപ്പോ തന്നെ വയറു നിറഞ്ഞു. ഓ, അക്ഷരമോളുടെ സ്വഭാവം ശങ്കരേട്ടന് അറിയാത്തതാണോ? ആദ്യമായിട്ടാണോ അവൾ ഇങ്ങനെ സംസാരിക്കുന്നത്? ഒറ്റ പുത്രിയായിട്ട് വളർന്നതിന്റെ കുഴപ്പാ. ഒന്നുള്ളതിനെ ഒലക്ക കൊണ്ട് അടിച്ച് വളർത്തണമെന്നാ. അല്ല, എനിക്കത് പറയാനുള്ള എന്ത് യോഗ്യതയുള്ളത്? എനിക്കെന്റെ ഒറ്റപുത്രിയെ നേരെ ചൊവ്വ വളർത്താൻ കഴിഞ്ഞില്ലല്ലോ. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട ശങ്കരേട്ട. ഒന്നും ആരുടെയും കുറ്റമല്ല. ദൈവം തന്ന തലയിലെഴുത്ത് മനുഷ്യന് മായ്ക്കാൻ കഴിയില്ലെന്നാ. ദൈവം ഒരാള് മുകളിലിരുന്ന് രസിക്കട്ടെ. പുള്ളിക്ക് ചിരിക്കാനും വേണ്ടേ ഭൂമിയിൽ നമ്മളെപ്പോലെ ചില കോമാളികൾ. ഇനിയൊന്ന് ഇരിക്കട്ടെ പെങ്ങളെ. ഈയിടെയായിട്ട് ക്ഷീണം കൂടിക്കൂടി വരിക. ഏട്ടന് ആശുപത്രിയിൽ ഒന്ന് പോ, ബ്ലഡൊക്കെ ഒന്ന് പരിശോധിക്കാലോ. അതിന് ഞരമ്പിൽ ചോര വേണ്ട പെങ്ങളെ. ഞരമ്പിലൂടെ ഓടുന്നതേ കുമാരന്റെ ഷാപ്പിലെ കള്ള. അത് ടെസ്റ്റ് ചെയ്യുന്ന സംവിധാനം ഒരു ലാബിലും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. വാ. ബാബുജി, ഞാൻ കഴിഞ്ഞ ദിവസം തന്ന നമ്പർ ട്രേസ് ചെയ്തായിരുന്നു. ആരും എടുക്കുന്നില്ലേ? ടവർ ലൊക്കേഷൻ തമിഴ്നാടോ? അപ്പൊ കൃത്യമായ സ്ഥലം ടാർഗറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ലേ? ഓ, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. സാരമില്ല, നമുക്ക് നേരിട്ട് പോയി അന്വേഷിക്കാം. ശരി, ഉടനെ കാണാം. മുറപ്പെണ്ണിന് വേണ്ടിയുള്ള അന്വേഷണമായിരിക്കും അല്ലേ? ഇനി കഥയിലും അവളുടെ ഒരു കുറവ് കൂടിയേ ഉള്ളൂ. കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങി നിൽക്കേണ്ടതും അതിന് പരിഹാരം കണ്ടെത്തേണ്ടതും ഓരോരുത്തരുടെ ചുമതലയാണ്. വേണമെങ്കിൽ അന്വേഷണ കമ്മീഷനിൽ നിനക്കും പങ്കാളിയാകാം. അയ്യോ വേണ്ടായേ, എനിക്കതിന്റെ ഒരു ആവശ്യമില്ല. ഇതൊക്കെ ഓരോരുത്തര് ജീവിതത്തിൽ വരുത്തി വെക്കുന്ന ദുരന്തങ്ങളാ. ജീവിതത്തിൽ ദുരന്തങ്ങളൊന്നും വരുത്തി വെക്കാത്ത ആളാണല്ലോ നീ. എന്റെ ജീവിതത്തില് ഒരു ദുരന്തമേ ഉള്ളൂ, അത് നിങ്ങളാ. അതിനു മുമ്പ് ഒന്നും സംഭവിച്ചിട്ടില്ലേ? എന്തായാലും നിങ്ങളുടെ മുറപ്പെണ്ണ് പൊന്നുമണിയെ പോലുള്ള എടുത്തുചാട്ടവും പറവറക്കലും ഒന്നും എനിക്കില്ലായിരുന്നു. എന്നെ കൊണ്ട് കൂടുതലൊന്നും സംസാരിപ്പിക്കരുത് നീ. പുസ്തകത്തിന്റെ താളുകൾ പുറകോട്ട് മറിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാ ഞാൻ. ഭൂതകാലത്തെ ചുമന്നോട് നടക്കാത്ത ഒരാൾ. പിന്നെ പൊന്നുമണിയെ ഞാൻ അന്വേഷിക്കുന്ന കാര്യം അതെന്റെ കടമയാ. നീ മുറപ്പെണ്ണെന്ന് പറഞ്ഞാലും അവൾ എനിക്ക് എന്റെ അനിയത്തിക്കുട്ടിയാ. ഞാൻ കൈപിടിച്ചു കൊണ്ടു നടന്ന കുട്ടിയാണവൾ. എന്റെ വിരൽ തുമ്പിൽ തൂങ്ങി നടന്നയാൾ. ഞാനാണ് അവളെ ആദ്യം അക്ഷരം എഴുതാൻ പഠിപ്പിച്ചത്. അത് പറ, അതിന്റെ ഗുണമുണ്ട്. ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ ശിഷ്യൻ 51 പിഴയ്ക്കുന്ന. അതിപ്പോ കറക്റ്റായി. ഓ, നിന്നോട് സംസാരിക്കാൻ ഞാനില്ല. പൊന്നുമണിയെ അന്വേഷിക്കാനും കണ്ടെത്താനും നിന്റെ ഒരു സഹായവും എനിക്ക് വേണ്ട. അക്ഷര ആശുപത്രിയുടെ അക്കൗണ്ടിൽ നിന്നും ഒരു ചില്ലി കാശ് പോലും വേണ്ട. എന്റെ ചെലവിലാ ഞാൻ അന്വേഷിക്കുന്നത്. അവളെ കണ്ടെത്തി അന്തസ്സായി ഒരു കല്യാണം കഴിപ്പിച്ച് അയക്കുകയും ചെയ്യും. അവളെ തിരിച്ചു കിട്ടുന്നത് കയ്യിലൊരു കൊച്ചുമായിട്ടാണെങ്കിലോ? ഒരു കൊച്ചുള്ള പെണ്ണിനെ ആര് കെട്ടും? അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തേലും ചെയ്യും. ഒരു കാര്യം ഞാൻ പറയാം, അത്തരം അപകടത്തിന്റെയും അപമാനത്തിന്റെയും ഭാരം ചുമക്കാൻ കൂടി ഈ വീടിനോ ആശുപത്രിക്കോ പറ്റില്ല. അത് പറഞ്ഞില്ലെന്ന് വേണ്ട.
ഓ ഒയ്യോ. എന്താ അല്ല, ഏ? ഇങ്ങനെ നോക്കിയ പത്രം വരുത്താതെ ഇരിക്കുന്നത് നല്ലതെന്ന് തോന്നും. എന്താ പത്രത്തിന് വീണ്ടും വില കൂടിയോ? ആ, എന്നാലും കുഴപ്പമില്ലായിരുന്നു. പത്രത്തിൽ ഓരോ വാർത്തകളെ പെൺകുട്ടികളെ കുറിച്ചുള്ള വാർത്തകളാ. കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, ആത്മഹത്യ. സത്യത്തിൽ ഈ പെൺമക്കളുള്ള അച്ഛന്മാർക്ക് റേഷൻ കട വഴി ഓരോ തോക്കും കൂടെ കൊടുക്കേണ്ട അത്യാവശ്യം ഇക്കാലത്ത്. നമ്മൾ മറ്റുള്ളവരുടെ കാര്യം നോക്കി സ്വസ്ഥത കളയുന്നത് എന്തിനാ മനോഹരേട്ടാ? ആ, ഇതാണ് നമ്മുടെ മലയാളികളുടെ ശാപം, ഈ ചിന്താഗതി. ഒന്നും നടന്നത് നമ്മുടെ വീട്ടിലല്ലോ എന്നുള്ള ചിന്ത. പക്ഷെ സ്വന്തം വീട്ടിലൊരു കൂട്ടക്കരച്ചിൽ വരുമ്പോ പഠിക്കും. മനോഹരേട്ടൻ രാവിലെ നെഗറ്റീവ് പറയാതെ ആ ചായ എങ്ങനെയുണ്ടെന്ന് പറ. ഞാൻ ഏലക്ക ഇട്ടിട്ടുണ്ട്. ആ, നീ ഇടാതെ പിന്നെ ഈ ഏലക്ക അതിനകത്തോട്ട് ചാടി കയറൂ. അല്ല പിന്നെ. ഓ തമാശ. നിത്യമോള് വലിയ സന്തോഷത്തില. സ്വന്തമായി ഒരു വില്ല കിട്ടാൻ പോവല്ലേ? ആ, അവള് സന്തോഷിക്കട്ടെടി. നമുക്ക് സന്തോഷിക്കാൻ ഇനി അവിടെ സന്തോഷം മാത്രമല്ലേ ഉള്ളൂ. നമ്മുടെ സുധി. ചെടിക്ക് വെള്ളം നനയ്ക്കുന്നത് നാളെ ഒരു പൂ ചൂടാന്നുള്ള കൊതി കൊണ്ടല്ല. നമ്മളില്ലാതായാലും നാളെ പൂ വിടരും. അതാരെങ്കിലും തലേ ചൂടും. അത് പൂച്ചെടി വെച്ചോണ്ട് സന്തോഷം. അച്ഛനമ്മമാരും അതാ ചെയ്യുന്നേ. അതാ സത്യം. മനോഹരേട്ടാ, അല്ല പാർവതി, ഏത് മക്കളാ അച്ഛനമ്മമാർക്ക് വേണ്ടി ജീവിച്ചിട്ടുള്ളത്? മക്കൾക്ക് വേണ്ടി അവര് ജീവിക്കും. മക്കള് അവരുടെ ജീവിതത്തിലെ ശിഷ്ടക്കണക്കിൽ ഒരു ബാധ്യത പോലെ അവരെ കൊണ്ടു നടക്കും. ഒടുവിൽ ഒരു ചുവന്ന പട്ടുകെട്ടിയ മൺകലശത്തിലെ ഭസ്മം പാപനാശത്തിലോ ആലുവ പുഴയിലോ രാമേശ്വരത്തോ എവിടെയെങ്കിലും കൊണ്ടൊഴുക്കും. മനോഹരേട്ടാ, ചുമ്മാ ചുമ്മാ പറഞ്ഞെന്നേ ഉള്ളൂ. പാർവതി, ദേ സദാശിവൻ. ഇതാരാ ഇത്? എടോ സദാശിവ, താൻ അരച്ചങ്ങ് വയസ്സനായി പോയി. നീ എങ്ങനെ ചെറുപ്പക്കാരൻ? എത്ര നാളായിടോ തന്നെ കണ്ടിട്ട്? കുറേ നാളായി. പാർവതിയെ, ഇത് നമ്മുടെ പഴയ സദാശിവനാ. മനസ്സിലായി. എടോ സദാ, വഴിതെറ്റി വന്നൊന്നും അല്ലല്ലോ. ഇവിടേക്ക് തന്നെ വന്നതാ. വാ, കേറുവാ. വാടോ. ഇരിക്കും. ആ, പറ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഇളയ മോളുടെ കല്യാണം വിളിക്കാൻ വന്നതാ. ആഹാ, ഇതിനെങ്കിലും താൻ വരണം. മൂത്ത കൊച്ചിന്റെ കല്യാണത്തിനോ വിളിച്ചിട്ട് താൻ വന്നില്ല. ആ അമ്മേ, ഇത് സദാശിവം. സദാശിവൻ ആ പേര്. ഇവൻ പോലീസിൽ ചേർന്നപ്പോ പേരൊന്ന് പരിഷ്കരിച്ചു, സദാശിവം എന്നങ്ങോട്ടാക്കി. ഈ സിംഗം എന്നൊക്കെ പറയുന്ന പോലെ അല്ലടാ. നീ പരിചയപ്പെടുത്തണോ? എനിക്കറിയില്ലേ. വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? അതെ അമ്മേ. ഇളയമോള് സനിജയുടെ കല്യാണം, അത് വിളിക്കാൻ വന്നതാ. ഓ